പാഠം 881. ഒരു വൻ സമരത്തിന്റെ കഥ. മോനട്ടാ, ഇതെന്താ പദവില്ലാത്ത ഭയങ്കര ഒരു ആലോചന? ഒന്നുമില്ല, പിന്നെ മോനട്ട അങ്ങനെ ഉണ്ടായിരിക്കില്ലല്ലോ. എന്തുണ്ടപ്പോ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ. അതായത് സംസ്ഥാനത്ത് സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി നാടിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഒരു കാര്യം ചോദിക്കുമ്പോ കളിയാക്കാൻ വരല്ലേ? ധനകാര്യ സ്ഥിതിയൊക്കെ സർക്കാർ നോക്കിക്കോളൂ. മോനിട്ട് എന്താ പറ്റിയെന്ന് പറ. എനിക്ക് 1528 പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നിന്നോട് പറയാൻ പറ്റുമോ? എന്നോട് പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നം മോനിട്ടുള്ളത്? ഭാമേ, നീ എനിക്കൊരു ഇത്തിരി സ്വൈര്യം തരുമോ? ഒരു വളരെ ഗൗരവമുള്ള ഒരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുക. ഓ, ഒരു വില്ലേജ് ഓഫീസർ അത്രയും ഗൗരവത്തിൽ ആലോചിക്കുക എന്താണോ ഉള്ളത്? ഇന്ന് എത്ര രൂപ കരം പിരിക്കാൻ പറ്റുന്ന? ഓ, ചുവ പെടവർഗ ശാസ്ത്രജ്ഞന്മാരും ഇത്ര ആലോചിച്ചിട്ടുണ്ടാവില്ല. പറയണ പോ. ഞാൻ നിനക്കൊരു ശല്യവുമില്ലാതെ അവിടെ നിന്നൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. അപ്പൊ വെറുതെ വന്ന് വഴക്കുണ്ടാക്കുന്നത് എന്തിനാണ്? ഞാൻ വഴക്കിന് വന്നൊന്നും അല്ലല്ലോ. എന്റെ ഭർത്താവ് ഒന്ന് തലപോഞ്ഞ് ആലോചിക്കുന്ന കണ്ടപ്പോ ഒന്ന് സഹായിക്കാമെന്ന് തോന്നി. അതുകൊണ്ട് എന്താ മോഹനേട്ടാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ മോഹനേട്ടൻ എന്നോടോ ചൂടാകാൻ വന്നു. അതല്ലേ ഇവിടെ ഉണ്ടായത്? അതല്ല ഉണ്ടായത്. ഞാൻ എന്റെ ഒരു ആഫീസ് കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ നീ എന്നെ കളിയാക്കാൻ വന്നു എന്നുള്ളതാണ് സത്യം. അത് മോഹനേട്ടൻ തോന്നണല്ലേ? ഒരു കാര്യം നേരെ ചൊവ്വേ മനസ്സിലാക്കില്ല എന്ന് വാശിയുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ലേ? നമുക്ക് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല മോനേട്ടാ. അതല്ല കാര്യം. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ആരെയും ബഹുമാനമില്ല എന്നുള്ളതാണ് സത്യം. പഠിച്ചൊരു ജോലിയും വരുമാനം ഉണ്ടായാൽ പിന്നെ ആരെയും ബഹുമാനിക്കും. നിങ്ങൾക്ക് തോന്നും പോലെ ആയിരിക്കും പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും. അതെനിക്ക് മനസ്സിലായില്ല. ഇതിൽ മനസ്സിലാക്കാനിരിക്കുന്നു. പെണ്ണുങ്ങളൊക്കെ ഭയങ്കര അഹങ്കാരികളാണ്. അതാണ് പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്നെ മാത്രമല്ല പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായി. അതായത് വേറെ ഏതോ പെണ്ണുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് വില്ലേജ് ഓഫീസർ ഇങ്ങനെ മുഖവും വീർപ്പിച്ച് നടക്കുന്നത്. പറ, എന്താ പ്രശ്നം? ആരുമായിട്ടാ യുദ്ധം? കാഞ്ചനയായിട്ടോ അതോ സ്വയംപ്രഭയായിട്ടോ? അവരോടൊക്കെ യുദ്ധം ചെയ്യാനല്ലേ എന്റെ പരിപാടി. പക്ഷെ എന്നെ തോപ്പിക്കാൻ ആര് നോക്കിയാലും നടക്കില്ല. നീ 5-6 നോക്കുന്നല്ലേ? എന്നിട്ട് നടന്നാ വക്കീലേ. ഞാൻ മോഹനേട്ടർ തോപ്പിക്കാനൊന്നും നോക്കിയിട്ടില്ല. നോക്കിയിരുന്നെങ്കിൽ പുല്ല് പോലെ നടന്നേനെ. നമസ്കാരം ഡോക്കിലെ. ആ ലീലാമ്മ യാക്കോവും തമ്മിൽ ഭയങ്കര ഉടക്ക്. ഇപ്പൊ വക്കീൽ ഇടപെട്ടാലേ പ്രശ്നം തീരൂ. എന്താ പ്രശ്നം? അതായത് ലീലാമ്മയും യാക്കോവും തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എല്ലാ ദിവസം രാത്രിയാകുമ്പോ കള്ളും കുടിച്ച് വീട്ടിൽ കയറി വന്ന് യാക്കോബ് ലീലാമ്മയുടെ തന്തയ്ക്ക് വിളിക്കും. ലീലാമ്മ രാത്രി മുഴുവനും ചീത്ത വിളി സഹിക്കും. രാവിലെ യാക്കോബിന് ബോധം വരുമ്പോ ഇനിയും നടക്കൂലേ എന്ന് പറയുകയും ചെയ്യും. പക്ഷേ യാക്കോബിന് ഇത് വല്ലതും പ്രശ്നമാണോ? ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണല്ലോ. ഇന്നലത്തെ പ്രശ്നം പറയും. അതുപോലെ യാക്കോബ് രായപ്പന്റെ ഷാപ്പിൽ നിന്ന് കൂടി തുടങ്ങി. ഓരോ കുപ്പി കള്ള അകത്ത് ചെല്ലുമ്പോഴും യാക്കോബ് ലീലാമ്മയെ ചീത്ത വിളിക്കും. ഒടുവിൽ രാത്രി 9 മണിയായപ്പോ ബാക്കി അവരുടെ അടുത്ത് നേരിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് വീട്ടിലേക്ക് പോകുന്നത് കണ്ടവരുണ്ട്. പിന്നെ സംഭവിച്ചതിനൊന്നിനും സാക്ഷിയില്ല. എന്താ സംഭവിച്ചത്? യാക്കോബ് ലീലാമ്മയും പറയുന്നത് വെച്ച് നോക്കിയാല് നമസ്കാരമുണ്ട് സാർ. അതുപോലെ യാക്കോബ് വീട്ടിൽ ചെന്ന് ലീലാമ്മയെ ചീത്ത വിളിച്ചു. പറഞ്ഞ് ലീലാമ്മയുടെ അപ്പൻ തോമാച്ചനെ കുറിച്ചായി ചീത്ത. നിന്റെ അപ്പൻ ലോക കള്ളലല്ലേടി എന്ന് ചോദിച്ചത് വരെ യാക്കോബിന് ഓർമ്മയുള്ളൂ. ലീലാമ്മ കൈവീശി യാക്കോബിന്റെ കുറ്റിക്കിട്ടൊരൊറ്റ അടി.
എന്താണ് സംഭവിച്ചതെന്ന് യാക്കോബിന് മനസ്സിലാവുന്നതിന് മുമ്പേ യാക്കോബിന്റെ അടിവയറ്റിൽ കാലിട്ട് ഇങ്ങനെ ഒരു ചവിട്ടും. ദാ കിടക്കുന്നു വെട്ടിയിട്ട വാഴത്തട പോലെ യാക്കോബ് തറയില്. ഇന്ന് നേരം വെളുത്തപ്പോ മുതൽ വയറും പൊത്തിപ്പിടിച്ചോണ്ട് യാക്കോബ് ഒരൊറ്റ ഇരിപ്പ. ഇതിനിപ്പോ ഞാനെന്ത് വേണം? യാക്കോബിനോട് പോയി ഡോക്ടറെ കാണാൻ പറ. അയ്യോ അതല്ല വക്കീലെ പ്രശ്നം. ഈ യാക്കോബിന്റെ അനിയ സണ്ണിക്കുട്ടി വലിയ ദേഷ്യത്തിലാണ്. അവൻ പറയുന്നത് ലീലാമ്മയ്ക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ്. വക്കീൽ അതൊന്ന് പറഞ്ഞു ഒത്തുതീർപ്പാക്കണം. സണ്ണുകുടി കേസ് കൊടുത്ത് എന്തുണ്ടാവന്? ഉത്തമ, ഇത്രയും കാലം ലീലാമ്മ യാക്കോബിനെ സഹിച്ചില്ലേ? ഇപ്പൊ അവക്ക് ബുദ്ധി വന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടായി കഴിയുമ്പോ ആണുങ്ങളെല്ലാം മര്യാദ പഠിക്കും. പെണ്ണുങ്ങൾ തീരുമാനിച്ചിറങ്ങിയ പിന്നെ ആണുങ്ങളുടെ പൊടി പോലും ബാക്കിയിട്ടു. കണ്ട സാറേ, പെണ്ണുങ്ങൾ പുറമേ പാവമാണെന്ന് തോന്നുമെങ്കിലും അവരുടെയൊക്കെ ഉള്ളിൽ ആണുങ്ങളെ തോപ്പിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവസരം കിട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വെറുതെ വിടൂല. ഞാൻ അങ്ങനെ ഒരു പ്രശ്നത്തിലായിപ്പോ ആഫീസിലെ പെണ്ണുങ്ങൾ എനിക്കെതിരെ ചില തീരുമാനങ്ങൾ എടുത്ത അവസ്ഥയാണ്. അയ്യോ അതെന്ത് സാറേ? അത് ഇന്നലെ ദിവാകരൻ ചേട്ടന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എഴുതിയപ്പോ കാഞ്ചന സർവേ നമ്പർ തെറ്റിച്ചെഴുതി. ഞാൻ അതിന്റെ പേരിൽ കാഞ്ചനയെ ചെറുതായിട്ടൊന്ന് വഴക്കു പറഞ്ഞു. സർ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. സർട്ടിഫിക്കറ്റ് എഴുതിയപ്പോ സർവേ നമ്പർ തെറ്റിപ്പോയി. അതൊരു ചെറിയ തെറ്റാണോ? ദിവാകരൻ ചേട്ടന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഉള്ളത് വേറെ ആരുടെയോ ഭൂമിയുടെ സർവേ നമ്പറാണ്. ആ സർവേ നമ്പറിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ദിവാകരൻ ചേട്ടനാണ് എന്നാണ് ആ സർട്ടിഫിക്കറ്റ് ഇപ്പൊ പറയുന്നത്. ആ സർവേ നമ്പറിലെ ഭൂമിയിൽ കയറി ചെന്ന് ദിവാകരൻ ചേട്ടൻ അതിന് അവകാശം പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. തെറ്റുപറ്റിയ കാര്യം മനസ്സിലായപ്പോഴേ ഞാൻ ദിവാകരൻ ചേട്ടനെ വിളിച്ചു. സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊണ്ടുവരാന്ന് ദിവാകരൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാര്യം എന്താ? ദിവാകരൻ ചേട്ടന്റെ ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോ ദാമോദരൻ ചേട്ടന്റെ ഭൂമിയുടെ സർവേ നമ്പർ എഴുതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്തുമാത്രം വലിയ തെറ്റാണ്. ഇവിടെ ഇരിക്കുന്ന വില്ലേജ് ഓഫീസർക്ക് കഴിവില്ലെന്നല്ലേ നാട്ടുകാർ പറയൂ? അയ്യോ, അങ്ങനെയൊന്നും പറയില്ല സർ. വരുത്താനുള്ള തെറ്റ് വരുത്തിച്ചിട്ട് ന്യായം പറയുന്നു. നിങ്ങളൊക്കെ കാണിക്കുന്ന വിവരക്കേടിന് നാണം കിടന്ന് ഞാനല്ലേ? നിങ്ങളെ ഈ ജോലിക്ക് കൊള്ളാത്തതിന് ഞാനെന്തിന് പണിയേക്കണം? അയ്യോ സർ, ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഇങ്ങനെ അബദ്ധം പറ്റാൻ പാടില്ല. മര്യാദക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം. നിങ്ങളൊക്കെ ജോലി കളഞ്ഞെന്ന് കരുതി റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോ കേരള സംസ്ഥാനത്തിനോ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് പറഞ്ഞു കാഞ്ഞൻ സാറേ? എന്തു പറയാൻ? ഒരു നിസ്സാര കാര്യത്തിന് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പൊക്കോളാം എന്ന് വരെ പറഞ്ഞു. അങ്ങനെ സാറ് പറയുമ്പോൾ കളഞ്ഞിട്ട് പോകാനല്ലോ കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതി നമ്മൾ ഈ ജോലി വാങ്ങിയത്. സാറിന് നമ്മളെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് തഹസിൽദാരോട് പോയി പറയട്ടെ, അല്ലാതെ നമ്മളെന്തിനാ വരട്ടാൻ വരുന്നത്? നിങ്ങളിപ്പോ അതൊരു വലിയ വിഷയമാക്കണ്ട. സാറിന് ദേഷ്യം വന്നപ്പോ സാർ എന്തോ പറഞ്ഞു, അതങ്ങ് വിട് കാഞ്ചന സാറേ. അങ്ങനെ വിട്ടുകൊടുക്കുന്നതാ ശിശുപാലൻ ചേട്ടാ സാറിന് പിന്നെ വളമാകുന്നത്. നിയമം അനുസരിച്ച് നമുക്കെതിരെ നടപടി എടുക്കാനോ പിരിച്ചുവിടാനോ മോനേഡ് സാറിന് അധികാരമില്ലല്ലോ. മേലുദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കാം, അത് കൊടുത്തോട്ടെ, അല്ലാതെ സാറെതിരെ നമ്മളെ ചുമ്മാ വരട്ടുന്നത്. കേരളത്തിൽ ഒരു 10,000 സർക്കാർ ഓഫീസുകളുണ്ട്. അവിടെയൊന്നും ഇങ്ങനെ ഒരു ഏർപ്പാടില്ലല്ലോ. ഇതിപ്പോ LP സ്കൂളിലെ അവസ്ഥയായി. സാറ് ഹെഡ് മാസ്റ്ററും നമ്മൾ കുട്ടികളും. ഈ പരിപാടി നിർത്തിക്കണം കാഞ്ഞിരു സാറേ. മേലിൽ നമ്മളോട് സാറ് വഴക്കിന് വന്നാൽ സമ്മതിച്ചു കൊടുക്കരുത്. എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചങ്ങ് പറയണം. സാറിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സാറ് നമ്മളെ കുറ്റം പറയുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമ്പോഴല്ലേ, വെറുതെ വഴക്ക് പറയില്ലല്ലോ. അതൊന്ന് മനസ്സിലാക്ക്. ശിശുപാലൻ ചേട്ടൻ ഇക്കാര്യത്തിൽ നമ്മുടെ കൂടെയാണോ അതോ സാറിന്റെ കൂടെയാണോ? അല്ല, അത് ഞാനൊരു കാര്യം പറയാം. ഞാനും കാഞ്ഞന സാറും കൂടെ കഷ്ടപ്പെട്ട് മോനേഷ് സാറിനെ മര്യാദ പഠിപ്പിക്കുമ്പോൾ അതിന്റെ സൗകര്യം ശിശുപാലൻ ചേട്ടനും കൂടി അനുഭവിക്കാന്ന് കരുതണ്ട. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന സാറിനെ പുല്ല് പോലെ വകവരുത്താം. അത് കൂടെ നിൽക്കാൻ എനിക്ക് വിരോധമൊന്നുമില്ല. അവസാനം ഇത് പുലിവാലാകരുത്. ഒന്നുമില്ല ശിശുപാലൻ ചേട്ടാ,
ഇന്നു മുതൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുന്നു. എന്തെങ്കിലും കാര്യത്തിന് സാറ് വഴക്ക് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയുന്നു. നമ്മൾ രണ്ടെണ്ണം തിരിച്ചു പറഞ്ഞ പിന്നെ സാർ എന്ത് ചെയ്യാനാ? സാർ ആവശ്യത്തിലധികം ദേഷ്യപ്പെട്ടാൽ വേറൊരു വഴിയും കൂടെ ഉണ്ട് കാഞ്ഞന സാറേ. ഉം. തൊഴിൽ സ്ഥലത്തെ പീഡനം എന്ന് പറഞ്ഞ് നമ്മൾ കേസ് ആ, കൊടുക്കും. അത് ശരി. നമ്മൾ രണ്ട് പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങൾ പരാതി കൊടുത്ത സാർ വിവരം അറിയും. അല്ല, ശിശുപാലൻ ചേട്ടൻ എന്ത് പറയുന്നു? ഞങ്ങളുടെ കൂടെ നിൽക്കുന്നോ അതോ ഇല്ലയോ? ഞാൻ നിക്കാം, പക്ഷെ എന്നെ കുഴപ്പത്തിൽ ചാടിക്കരുത് നിങ്ങള്. ഓഹോ, അവരത്രയ്ക്കായ? ഉം. സാർ വില്ലേ ഓഫീസറല്ലേ? സാർ വിചാരിച്ച ഓഫീസിൽ എന്താണ് നടക്കാത്തത്? അത് നടക്കില്ല തോമ. പറഞ്ഞു വരുമ്പോ ഞങ്ങൾ എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ. എനിക്ക് കാഞ്ചനയ്ക്കോ സ്വയംപ്രഭയ്ക്കോ എതിരെ ഒരു നടപടി എടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം സാറേ. പെണ്ണുങ്ങൾ സംഘടിച്ചിറങ്ങി കഴിഞ്ഞ സംഗതി കുഴപ്പമാണ്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രഭ സാറും കാഞ്ചന സാറും കൂടെ സാറിനെ പന്ത് കെട്ട് പോലെ തട്ടും. ആ, ഉത്തമ നിൽക്ക്, ഞാനിപ്പോ വരാം. ഓ ഓ ഓ ശരി. ഓ. ഓ. ഹലോ, സാറേ, ഞാനാ സ്വയംപ്രഭ. എന്താ സ്വയംപ്രഭേ? ഇന്ന് താലൂക്ക് ഓഫീസിൽ കൊടുക്കുന്ന റിപ്പോർട്ട് എഴുതി തീരുമെന്ന് തോന്നുന്നില്ല. തോന്നില്ലേ? അതാ രാവിലെ 10 മണി മുതൽ ഇരുന്ന് എഴുതിയാലും തീരില്ല സാറേ, അതുകൊണ്ടാ. ഇന്നലെ അതെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് എഴുതിയിരുന്നെങ്കിൽ അതങ്ങ് തീരുമായിരുന്നല്ലോ. ആ പരിപാടി ശരിയാവൂല സാറേ. ഓഫീസ് ജോലി ഓഫീസ് സമയത്ത് ഓഫീസിലിരുന്ന് ചെയ്യണ്ടേലേ, വീട്ടിലത് നടക്കില്ല. എന്താ നടക്കാത്തത്? ഞാൻ വീട്ടിൽ വന്നിരുന്ന് ജോലി ചെയ്തതേ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അവരെ കുറ്റം പറയാൻ പറ്റൂ? നമ്മുടെ നാട്ടിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ജോലി തീർത്തല്ലേ പറ്റൂ? സാറേ, ബാക്കി വില്ലേജ് ഓഫീസുകളിൽ 3 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ജോലി ഞങ്ങളെ കൊണ്ട് 1 ദിവസം കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സാറ് തഹസിൽദാരുടെ മുന്നിൽ ആളാവാൻ തുടങ്ങിയിട്ട് കുറെ കാലം ആയില്ലേ? ഇനി എന്നെ ആ പരിപാടിക്ക് വിളിക്കരുത്. ഞാനീ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ സാർ നടപടി എടുത്തോളൂ. ആ, അപ്പൊ ശരി സാറേ. ഹലോ, എന്താ അഹങ്കാരം ആർക്ക്? സ്വയംപ്രഭയ്ക്ക്. ഇനിമേലിൽ ആഫീസിലിരുന്ന് മാത്രമേ ആഫീസ് ജോലികൾ ചെയ്യൂ എന്ന് താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള റിപ്പോർട്ട് ഇന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് എന്നെ തോപ്പിക്കാൻ നോക്ക. ഇതിനകത്ത് നിയമപരമായിട്ട് നോക്കിയാൽ സ്വയംപ്രഭയുടെ ഭാഗത്താ ന്യായം. കുറെ കാലമായിട്ട് മോഹനേട്ടൻ അവരെ വിരട്ടിക്കാരി സാധിച്ചോണ്ടിരുന്നതല്ലേ, അതിനിയും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്, പെണ്ണുങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ ആണുങ്ങളുടെ പൊടി പോലും കാണൂലെന്ന്. അത് നമുക്ക് കാണാം. കാണാവേ. സ്വയംപ്രഭയും കാഞ്ചനയൊക്കെ തീരുമാനിച്ചതുപോലെ ഈ ഞാനും കൂടെ തീരുമാനിച്ചാലേ പിന്നെ മോഹനേട്ടൻ മൂക്കോൺ ഈക്ഷ വരയ്ക്കും. ഈക്ഷ. എന്താ സാറേ? സ്വയംപ്രഭയാണ് വിളിച്ചത്. അവരെന്നെ തോൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കണം തോമ. ഇനി മുതൽ ആഫീസ് ജോലികൾ വീട്ടിൽ വെച്ച് ചെയ്യില്ല, രാവിലെ 10 മുതൽ 5 മണി വരെ ജോലി ചെയ്യൂ എന്ന്. ഓ, അപ്പൊ അവർ രണ്ടും കൽപ്പിച്ചാണ്. ഇനി എങ്ങനെ രക്ഷപ്പെടും സാറേ? എന്തെങ്കിലും ഒരു വഴി ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ ഇനി അവരുടെ തോന്നിവാസമേ നടക്കൂ. പിന്നെ സാറേ, ഇത് പെണ്ണുങ്ങളുമായിട്ടുള്ള കാര്യമായതുകൊണ്ട് കുറച്ച് പ്രശ്നമാണ്. കൈവിട്ടെന്തെങ്കിലും ചെയ്യാനും പറ്റൂല. വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ സാറ് സ്ത്രീ പീഡനത്തിന് അകത്തു പോകും. നീ എന്താ പറഞ്ഞിട്ട് പോകുന്നത്? സ്വയംപ്രഭ പറയുന്നത് നിയമപരമായിട്ട് ശരിയാണെന്നോ? അതെങ്ങനെ ശരിയാവും? അതാണല്ലോ മോഹനേട്ടാ ശരി. വില്ലേജ് ഓഫീസിലെ ജോലി സമയം എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയല്ലേ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സ്വയംപ്രഭയുടെ സൗകര്യം പോലല്ലേ. ആ സമയത്തും ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവുക? ഭാമേ, എല്ലാ കാര്യങ്ങളിലും നിയമം മാത്രം നോക്കിയാ പോരാ.
നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് സർക്കാർ ഓഫീസുകൾ തുറന്നു വെച്ചിരിക്കുന്നത്. വെറുതെ 10 മണിക്ക് തുറക്കുകയും 5 മണിക്ക് അടയ്ക്കുകയും ചെയ്യുന്ന ഒരു പെട്ടിക്കട അല്ലത്. പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം കിട്ടേണ്ട സമയത്ത് കിട്ടണം. അതിനായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. ഇതൊന്നും ഒരാളും ചെയ്യാൻ പോണില്ല മോനട്ടാ. പറമ്പിൽ കിളയ്ക്കാൻ വരുന്ന ഒരാള് ജോലി സമയം തീരുന്ന ആ സമയം കളനിർത്തൂലേ? അത്രയേ ഉള്ളു കാര്യം. സർക്കാർ ജോലി എന്ന് പറയുന്നത് പറമ്പ് കിളയ്ക്കും പോലെ അല്ല. ജോലി എന്തായാലും ജോലി തന്നെയാണ്. അതങ്ങനെ ശരിയാവും. പറമ്പ് കിളയ്ക്കാൻ വരുന്നവർക്ക് കിളയ്ക്കുന്നതിന്റെ കൂലി മാത്രമേ കിട്ടൂ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയാണോ? എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് സർക്കാർ കൊടുക്കുന്നത്? ഒടുവിൽ സർവീസിൽ നിന്ന് പിരിഞ്ഞു കഴിയുമ്പോൾ മരണം വരെ പെൻഷൻ കിട്ടും. അത്രയും സൗകര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു സർക്കാരിനോട് നമുക്കൊരു കടപ്പാടുണ്ടാവണ്ടേ? സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് സർക്കാരിനോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള കടപ്പാടാണ്. ഇതൊക്കെ വെറുതെ പറയാൻ കൊള്ളാന്നല്ലേ ഉള്ളൂ. കാര്യത്തോടടുക്കും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസർ ആയിരിക്കുമ്പോ അത് നടന്നേ പറ്റൂ. പ്രധാനമന്ത്രി വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളാണ് ഇനി ഇവിടെ ഒരു വില്ലേജ് ഓഫീസർ നടത്താൻ പോണത്. ഭാമേ, എന്റെ ഓഫീസിൽ എന്ത് നടക്കണമെന്ന് പ്രധാനമന്ത്രി അല്ലല്ലോ തീരുമാനിക്കുന്നത്, ഞാനാണ്. ഇതൊക്കെ വെറുതെ പറയാന്നല്ലേ ഉള്ളൂ. ആ കാഞ്ചനെ സ്വയംപ്രഭയും കൊണ്ട് തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓഫീസിൽ അവര് പറഞ്ഞേ നടക്കൂ. പിന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ ഈ വീട്ടിൽ നടത്താൻ എനിക്കും ആവും. ഞാനത് വേണ്ടെന്ന് വെച്ചതേ ഉള്ളൂ. അത് നിന്റെ മനസ്സിലിരിക്കുകയുള്ളൂ. ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. വെറുതെ വാശി പിടിപ്പിക്കല്ലേ. വാശി പിടിപ്പിച്ച് എന്നെ കൊണ്ടൊരു തീരുമാനം എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷം മോഹനേട്ടൻ തന്നെയായിരിക്കും. ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കാൻ ഞാൻ ഏത് മാർഗവും സ്വീകരിക്കും. ആ മാർഗം എന്തൊക്കെയായിരിക്കുമെന്ന് മോഹനേട്ടൻ സ്വപ്നം കാണാൻ പോലും പറ്റില്ല. എന്റെ കാഞ്ഞന സാറേ, ഞാൻ അത്രയും തിരിച്ചു പറഞ്ഞതോടെ സാറിന്റെ സകല ഗൗരവം പോയി. സ്വയംപ്രഭ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ പറയൂ. അതോടെ സാറിന്റെ മുഷ്ക് തീർന്നു. പിന്നെ ഒരു അക്ഷരം പറയാതെ ഫോൺ വെച്ച് കളഞ്ഞു. ഇനി അതിന്റെ പേരിൽ എങ്ങാനും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി നിക്കണം. സാർ എന്താ ചെയ്യൂന്ന് അറിയണമല്ലോ. എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. ഇത്രയും കാലം നമ്മൾ ക്ഷമിച്ചതാ അബദ്ധമായത്. ഇനി വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അല്ലെങ്കിലും തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മോഹനേഷ സാറും കൂടെ മനസ്സിലാക്കട്ടെ. ആ നമസ്കാരം സാർ. നമസ്കാരം. ശിശുപാലനെവിടെ? താലൂക്ക് ഓഫീസിൽ ഏതോ ഫയൽ എടുക്കാനുണ്ട്, അതും കൊണ്ടേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു. അത് ഇന്നലെ ഓഫീസിൽ നിന്ന് പോകുന്നവരെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സഹദേവൻ 5 പോരെ താലൂക്ക് ഓഫീസിൽ കാണുമെന്ന് പറയുകയും ചെയ്തു. അതെ, പക്ഷെ ഓഫീസ് സമയം കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ശിശുപാലൻ ചേട്ടൻ പറയുന്നത്. 5 മണിക്ക് ഇവിടെ നിന്നിറങ്ങി താലൂക്ക് ഓഫീസിൽ പോയി ഫയൽ എടുത്ത് വീട്ടിലെത്തുമ്പോൾ 6 മണിയാവും. അങ്ങനെ അതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ സാർ. ഇന്ന് രാവിലെ പോയി എടുത്താലും കാര്യങ്ങൾ നടക്കുമല്ലോ. പിന്നെ ആഫീസ് കാര്യങ്ങൾ ആഫീസ് സമയത്ത് ചെയ്താൽ മതി എന്നാ ശിശുപാലൻ ചേട്ടന്റെ പക്ഷം. പക്ഷേ ശിശുപാലൻ വരുമ്പോ 10 ആവുമല്ലോ. ആ 10 മിനിറ്റ് വെറുതെ കളയാൻ പറ്റുമോ? ശിശുപാലൻ ചേട്ടൻ സ്വന്തം കാര്യത്തിനൊന്നും പോയതല്ലല്ലോ സാർ. ആഫീസ് ആവശ്യമല്ലേ. ശിശുപാലൻ വരുമ്പോ എന്നെ കണ്ടിട്ട് ജോലി ചെയ്താൽ മതി എന്ന് പറയണം. തോന്നുമ്പോ വരികയും പോവുകയും ചെയ്യുന്ന ഇടപാട് ഇവിടെ നടക്കില്ല. കാണാം. ശിശുപാലൻ ചേട്ടൻ വരുമ്പോ ബക്കറ്റ് കയറാൻ വന്നാൽ തിരിച്ചെന്തു പറയണോന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോനേഷ് സാറിന്റെ അഹങ്കാരം ഇന്നത്തോടെ തീരും. കാഞ്ചന സാറേ, മോഹനേഷ് സാർ എത്തിയോ? പിന്നെ സാറ് കൃത്യസമയത്ത് എത്തി. ആണോ? ഞാൻ എത്തിയോന്ന് ചോദിച്ചില്ലേ? ചോദിച്ചോന്നോ? ഇന്നലെ താലൂക്ക് ഓഫീസിൽ പോകാൻ പറഞ്ഞിട്ട് ഇന്നാണോ പോകുന്നെന്ന് പറഞ്ഞ് കൊറേ ചൂടായി. സാറിനെ കണ്ടിട്ട് ശിശുപാലൻ ചേട്ടൻ ജോലി തുടങ്ങിയാ മതി.
ശിശുപാലൻ ചേട്ടാ ഒന്നും കൊണ്ട് പേടിക്കണ്ട. എവിടെ പോയി എന്ന് ചോദിച്ചാൽ പ്രഭ പറഞ്ഞു തന്നതുപോലെ അങ്ങ് പറഞ്ഞാ മതി. അതല്ല കാഞ്ചന സാറേ പ്രശ്നം. അതൊന്നും സാരമില്ല. അത്രേ ഉള്ളൂ ശിശുപാലൻ ചേട്ടാ പ്രശ്നം. ചേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കേ. ഇന്ന് നമ്മളെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ദിവസം നമ്മളെ ഒറ്റക്കെട്ടായിട്ട് നിന്നാ സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൊഫസറെ അത് ഇവിടത്തെ കാര്യം. ഞാൻ പറയാൻ വന്നത് താലൂക്ക് ഓഫീസിൽ നിന്ന് അറിഞ്ഞൊരു കാര്യാ. എന്ത് കാര്യം? റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ മുഴുവൻ സ്ഥലമാറ്റം നടക്കുക. നമ്മുടെ ഓഫീസിന്റെ കാര്യത്തിൽ ഈ ആഴ്ച ഒരു തീരുമാനം ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്ന് വയനാട്ടിൽ പോകേണ്ടി വരും. വയനാട്ടിലേക്കോ? ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറാ പറഞ്ഞേ. ഞാൻ വിശദമായിട്ട് ചോദിച്ചപ്പോ മോഹനേഷ സാറിന് പോകേണ്ടി വരില്ലെന്നാ പറഞ്ഞ. പിന്നെ എന്റെ പേരും ലിസ്റ്റിലില്ല. അപ്പൊ പിന്നെ നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ പോകേണ്ടി വരുന്നത്. അയ്യോ, അതെങ്ങനെ ശരിയാവും? സർക്കാർ ജോലിയല്ലേ കാഞ്ചന സാറേ, സ്ഥലം മാറ്റാൻ പറ്റില്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂ? നിങ്ങളിൽ ആർക്കാ പോകാൻ സൗകര്യമെന്ന് തഹസിൽദാർ വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാനേ മോഹനേഷ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. കാഞ്ചന സാറേ, അതൊരു ചതിയായി പോയല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? തഹസിൽദാർ നമ്മളെ വിളിച്ച് ചോദിക്കുമെന്നൊക്കെ പറയുന്നത് വെറുതെയാ. ചോദിക്കുന്നത് മോഹനേഷ സാറിനോടായിരിക്കും. സാറ് പറയുന്ന ആൾ ഇവിടെ തന്നെ ഇരിക്കും, മറ്റേ ആൾ പോവേണ്ടിയും വരും. അതിപ്പോ അച്ഛൻ ഈയിടെയായിട്ട് തീരെ വയ്യ. അമ്മയ്ക്ക് മാസത്തിലൊരിക്കൽ ആശുപത്രിയിൽ പോണം. പിന്നെ അനിയന്റെ പഠിത്തം എല്ലാം കൊണ്ടും ഞാൻ ഇവിടെ തന്നെ തുടരുന്നത് നല്ലതെന്ന് മോനേഷ് സാറിന് അറിയാലോ. അതെന്ത് വർത്തമാനാ പ്രഭേ? പ്രഭ കല്യാണമൊന്നും കഴിക്കാതെ ഒറ്റത്തടിയായിട്ട് നിൽക്കുകയല്ലേ. അപ്പം വയനാട്ടിലേക്ക് എന്നല്ല അമേരിക്ക വരെ പോവാലോ. അതുപോലെ ആണോ എന്റെ കാര്യം? കല്യാണം കഴിഞ്ഞ് ഭർത്താവും കുഞ്ഞുമായി നിൽക്കുന്ന ഞാൻ എങ്ങനെ ഇത്ര ദൂരം പോവും? അതിനെന്താ കുഴപ്പം? വീട്ടില് പ്രഹ്ലാദ സാറിന്റെ അമ്മയുണ്ടല്ലോ. വീട്ടുകാര്യങ്ങൾ അവര് നോക്കിക്കോളും. അത് പ്രഭയാണോ തീരുമാനിക്കുന്നത്? പ്രഭയെ ആ പരിപാടി മനസ്സിൽ വെച്ചാ മതി. വയനാട്ടിലേക്ക് പ്രഭ തന്നെ പോയേ പറ്റൂ. പിന്നെ എനിക്കാണെങ്കിൽ കല്യാണാലോചനകളൊക്കെ വന്നോണ്ടിരിക്കാം. ഈ നേരത്ത് ഞാൻ വയനാട്ടിൽ പോയാൽ ഒക്കെ മുടങ്ങും. വയനാട്ടിൽ എന്താ നല്ല ആണുങ്ങളില്ലേ? അവിടെയുള്ള ഒരാളെ കിട്ടി അവിടെ അങ്ങ് കഴിഞ്ഞാ മതിയല്ലോ. പിന്നൊരു കാര്യമുണ്ട്, അവിടെ നല്ല ക്ലൈമറ്റാ പ്രഭേ. ഞാൻ ആരെയെ കല്യാണം കഴിക്കേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. കാഞ്ഞിര സാർ അതിൽ ഇടപെടണ്ട. ഇടപെടും, ഞാൻ ഇടപെടും. ഇതെന്റെ കുടുംബ പ്രശ്നമാണ്. പ്രഹ്ലാദൻ ചേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് വയനാട്ടിലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല. വേണ്ട, പ്രഹ്ലാദൻ ചേട്ടനും കൂടെ ഒരു സ്ഥലമാറ്റം സംഘടിപ്പിച്ച് രണ്ടുപേരും കൂടെ അങ്ങ് പൊക്കോ. വയനാട്ടിലാകുമ്പോഴേ നല്ല കാലാവസ്ഥയായിരിക്കും. പിന്നെ ഇതൊക്കെ നടന്നത് തന്നെ. ഞാനാണല്ലോ ഇവിടുത്തെ സീനിയർ. അപ്പൊ എന്റെ അഭിപ്രായമേ ഇവിടെ നടക്കും. പ്രമോഷനാണ് സീനിയോറിറ്റി നോക്കുന്നത്, അല്ലാതെ സ്ഥലമാറ്റത്തിനല്ല. വയനാട്ടിലേക്ക് കാഞ്ഞിര സാർ പോയേ പറ്റൂ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സാറ് പ്രഭയെ ഫോണിൽ വിളിച്ചപ്പോ പ്രഭ പറഞ്ഞ ധിക്കാരം സാറിന് ഓർമ്മയുണ്ടോ? അങ്ങനെയുള്ള പ്രഭയെ എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് മാറ്റണം സാറേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഇന്നലെ കാഞ്ഞിര സാറിനെ പറ്റി കാഞ്ഞിര സാർ എന്തെല്ലാം പറഞ്ഞറിയാമോ? എന്റെ സാറേ, കാഞ്ഞിര സാറിനെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്ന സാറിനെ പറ്റി നാട്ടുകാരോടൊക്കെ അനാവശ്യം പറയും. അയ്യോ, ഇല്ല സാർ, അനാവശ്യം പറയുന്ന ഞാനല്ലല്ലോ, പ്രഭയല്ലേ. പ്രഭയെ പോലെ ഒരാളെ സാർ ഒരിക്കലും വിശ്വസിക്കില്ല. സാർ ആരെ വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം. സാർ എന്നെ വിശ്വസിക്കും. പ്രഭ പറഞ്ഞതിന്റെ അർത്ഥം സാറിന് മനസ്സിലായോ? പ്രഭ കല്യാണം കഴിക്കാത്ത ആളായത് കൊണ്ട് സാറിന് പ്രഭയോട് പ്രത്യേക സ്നേഹം ഉണ്ട് എന്നല്ലേ? അയ്യോ ഈശ്വര, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല. ദൈവം എന്തൊരു നുണയാ ഇത്.
മേലിൽ നിങ്ങൾ രണ്ടുപേരിൽ ഒരാളുടെ ശബ്ദം ഇവിടെ കേട്ടാൽ എന്റെ സ്വഭാവം മാറും. അതോടെ വയനാട്ടിലേക്ക് പോകുന്ന ആരാണെന്ന് ഞാനങ്ങ് തീരുമാനിക്കുകയും ചെയ്യും. ആഹാ, എന്റെ കാഞ്ചന സാറേ, താമസിച്ച് വന്നതിന് മോഹനേഷ് സാർ ഇനി പറയാനൊന്നുമില്ല. ഇന്നലെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് സ്കൂള് മാത്രമല്ല, ജയിലാ, ജയില്. ദേ ശിശുപാലൻ ചേട്ടാ, മോഹനകൃഷ്ണ സാറിനെ പറ്റി അനാവശ്യം പറഞ്ഞ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നും അല്ല സാർ. തങ്കപ്പെട്ട മനുഷ്യനാ, തങ്കപ്പെട്ട മനുഷ്യൻ. അയ്യോ, അത് പ്രഭ പറയാതെ തന്നെ എനിക്ക് അറിയാലോ. സാറിനെ പോലെ ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയത് എന്റെ ഭാഗ്യം. എന്തോന്ന്? എന്റെ ദൈവമേ, കാഞ്ചന സാറിന്റെ ഭാഗ്യമല്ല, എന്റെ ഭാഗ്യമാ. എന്റെ ചുരുക്കി പറഞ്ഞ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയാം. കാഞ്ചനെ സ്വയംപ്രഭയും കൂടെ ചേർന്ന് മോഹനേട്ടനെ വരച്ചു വരെ നിർത്തുന്നായിരുന്നു ഞാൻ കരുതിയത്. അത് നടന്നില്ല. കാഞ്ചനയുടെയും സ്വയംപ്രഭയുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നു പറഞ്ഞിരുന്നല്ലോ, അതെന്തായി? ഞാൻ മര്യാദ പഠിപ്പിക്കുന്നു പറഞ്ഞാ പഠിപ്പിക്കും. പക്ഷെ തൽക്കാലം ഞാനങ്ങ് ക്ഷമിച്ചു. കാഞ്ചനയ്ക്ക് സ്വയംപ്രഭയ്ക്ക് വലിയ വിവരമില്ലാത്തോണ്ട് അവര് തമ്മിൽ വഴക്കുണ്ടാക്കി. പക്ഷെ എന്റെ അടുത്ത് നടക്കൂല. ഇതിലിപ്പോ ഇത്ര അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല മോനട്ടാ. ഇന്നിപ്പം ഭാഗ്യം മോഹനേട്ടന്റെ കൂടെയായിരുന്നു. കൃത്യസമയത്ത് റവന്യൂ വകുപ്പിൽ സ്ഥലമാറ്റത്തിന്റെ പ്രശ്നമുണ്ടായി. ആ പ്രശ്നം വന്നപ്പോ അവർ അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളങ്ങ് മറന്നുപോയി. അത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഭാമേ, നിനക്കൊരു ധാരണയുണ്ട്. പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ബുദ്ധിയുള്ളത്, നാട്ടിലെ ആണുങ്ങളൊക്കെ പമ്പര വിഡ്ഢികളാണെന്നൊക്കെ. വിഡ്ഢികളായ ആണുങ്ങൾ കാണുമായിരിക്കും, പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. ഇന്നലെ സംസാരിച്ച് തീരുമാനിച്ചതുപോലെ കാഞ്ചനയും സ്വയംപ്രഭയും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുഴപ്പത്തിലാകുമായിരുന്നു എന്നുള്ളത് സത്യമാണ്. എനിക്ക് ഒരു നടപടി എടുക്കാനും പറ്റില്ല. ആകെ ചെയ്യാവുന്നത് മേലധികാരികളോട് പരാതി പറയുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അങ്ങനെ പരാതി പറഞ്ഞാലും വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ആ പ്രശ്നം ഞാൻ വേറൊരു വഴിക്ക് പരിഹരിക്കാൻ തീരുമാനിച്ചു. നിന്റെ മുഖത്തൊരു അത്ഭുതമുണ്ട്. ഇതിലിപ്പോ എനിക്കെന്താ കാര്യം എന്നല്ലേ നീ ആലോചിച്ചത്? രാവിലെ ഉത്തമനും ഞാൻ തമ്മിൽ ഈ വിഷയത്തെ പറ്റി സംസാരിച്ച് ഒടുവിൽ ഒരു വഴി കണ്ടുപിടിച്ചു. അതുപ്രകാരം ഉത്തമൻ ശിശുപാലനെ പോയി കണ്ടു. കാഞ്ചനയുടെയും സ്വയംപ്രഭയുടെയും കൂടെ നിൽക്കാതെ എന്റെ കൂടെ നിൽക്കുന്നതാണ് ബുദ്ധി എന്ന് ഉത്തമൻ ശിശുപാലനോട് പറഞ്ഞു. സർവീസിൽ ഇത്രയും പരിചയമുള്ള ശിശുപാലൻ അത് മനസ്സിലായി. റവന്യൂ വകുപ്പിൽ സ്ഥലം മാറ്റം നടക്കുന്നു എന്നുള്ളത് നേരാണ്. പക്ഷേ അതൊന്നും തീരുമാനിക്കുന്നത് തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ ഒന്നും അല്ലല്ലോ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? ശിശുപാലൻ താലൂക്ക് ഓഫീസിൽ നിന്ന് വന്നപ്പോ കാഞ്ചനയോടും സ്വയംപ്രഭയോടും പറഞ്ഞ കഥ കെ മോഹനകൃഷ്ണ സാർ പറഞ്ഞു കൊടുത്ത കഥയാണ്. ഇന്ന് നമ്മളെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ദിവസം നമ്മളെ ഒറ്റക്കെട്ടായിട്ട് നിന്നാ സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൊഫസറെ, അത് ഇവിടത്തെ കാര്യം. ഞാൻ പറയാൻ വന്നത് താലൂക്ക് ഓഫീസിൽ നിന്ന് അറിഞ്ഞൊരു കാര്യമാ. എന്ത് കാര്യം? റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ മുഴുവൻ സ്ഥലമാറ്റം നടക്കുക. നമ്മുടെ ഓഫീസിന്റെ കാര്യത്തിൽ ഈ ആഴ്ച ഒരു തീരുമാനം ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്ന് വയനാട്ടിൽ പോകേണ്ടി വരും. വയനാട്ടിലേക്കോ? ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറാ പറഞ്ഞേ. ഞാൻ വിശദമായിട്ട് ചോദിച്ചപ്പോ മോഹനേഷ സാറിന് പോകേണ്ടി വരില്ലെന്നാ പറഞ്ഞ്. പിന്നെ എന്റെ പേരും ലിസ്റ്റിലില്ല. അപ്പൊ പിന്നെ നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ പോകേണ്ടി വരുന്നത്. രണ്ടുപേരുടെയും മനസ്സിൽ തീ വാരിയിട്ട് ശിശുപാലൻ ഫയലുമായി എന്റെ മുറിയിലേക്ക് വന്നു. അതോടെ കാഞ്ചനയും സ്വയംപ്രഭയും തമ്മിൽ വഴക്കായി. പിന്നെ നടന്നൊക്കെ എന്നോട് ഞാൻ പറഞ്ഞല്ലോ. സത്യാണോ മോനട്ടാ? പിന്നല്ലാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജയിക്കാൻ നമ്മൾ ഇത്തരം വളഞ്ഞ വഴികൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് നീയല്ലേ രാവിലെ പറഞ്ഞത്?
എന്നെ തോൽപ്പിക്കാനായി ഞാൻ സ്വപ്നം പോലും കാണാത്ത വഴികൾ നീ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. കാഞ്ചനയും സ്വയംപ്രഭയും തോൽപ്പിക്കാൻ ഞാൻ അങ്ങനെ ഒരു വഴി കണ്ടുപിടിച്ചു. മോഹൻ നാള് കൊള്ളാട്ടോ. ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ രീതിയായിരുന്നു. ഒരത്യാവശ്യം വരുമ്പോ ആ രീതിയും നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോ സ്ഥലമാറ്റക്കാരും പേടിച്ച് കുറച്ചു നാളത്തേക്ക് നല്ല കുട്ടികളായി കാഞ്ചനയും സ്വയംപ്രഭയും എന്നെ അനുസരിച്ചോളൂ. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് മനുഷ്യനുണ്ടായ കാലം മുതൽ നടന്നു വരുന്നൊരു ഏർപ്പാടാണ്. മോഹനകൃഷ്ണൻ ഒരു തന്ത്രം ഉപയോഗിച്ചത് നാട്ടുകാരുടെ നന്മയെ കരുതി ആയതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. സമരത്തിനിറങ്ങുമ്പോൾ സമരക്കാർക്ക് വേണ്ടത് ഐക്യവും ഇച്ഛാശക്തിയുമാണെന്ന് കാഞ്ചനയെയും സ്വയംപ്രഭയെയും ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു. കണക്കുകൾ കൂട്ടിയും എഴുതിയും